ഈ വീഡിയോ എടുക്കണം എന്ന് തന്നെ എനിക്ക് ചിന്ത വരാൻ ഇദ്ദേഹം വന്ന ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് രൂപത്തിലാണ് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ഞാൻ വീഡിയോ ഒന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചികിത്സ ശരിക്കും നിങ്ങൾ ആദ്യമായിട്ടും കേൾക്കുന്നുണ്ടാവും, ഒരു കൗതുകത്തോട് കൂടിയിട്ട് തന്നെ കേൾക്കുന്നുണ്ടാവുക. കാരണം ഇത് ശരിക്കും ഇവരുടെ ശരീരത്തിലൊക്കെ ഒരു ബാറ്ററി ഉണ്ട്. പക്ഷെ അത് ഇന്നും നാളൊന്നും അതിൻ്റെ ചാർജ് കാര്യങ്ങളൊന്നും തീരില്ല. അതൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ആ ബാറ്ററി എവിടെയാണ് ശരിക്കും? ബാറ്ററി സാധാരണ നമ്മൾ ഈ കാർഡിയക് പേസ് മേക്കറൊക്കെ വെക്കുന്ന മാതിരി ഈ കോളർ ബോണിന്റെ താഴെയായിട്ടാണ് വെക്കുക. അപ്പോൾ ഡോക്ടർ അതിൽ ഒരു ചാർജൊക്കെ കഴിയാൻ സാധ്യതയില്ലേ? ഒരു ബാറ്ററി ആണല്ലോ. ബാറ്ററി നമുക്ക് രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് റീചാർജബിൾ ബാറ്ററിയാണ്. ഞാൻ ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് നടക്കാൻ പറ്റണമെന്നായിരുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ആ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരുപാട് ആളുകൾ ഇന്ന് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അതൊരു നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ദുഃഖത്തോട് കൂടിയിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വരാറ്. പക്ഷേ ഇവരിന്ന് ഇവിടെ സന്തോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതെന്താ എന്ന് വെച്ചാൽ ഓരോരുത്തരും പറയും നിങ്ങളുടെയൊക്കെ സന്തോഷം ഞാൻ അങ്ങനെ കാണുമായിരുന്നു. ശരിക്കും ജീവിതം വഴിമുട്ടി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, സത്യം പറഞ്ഞാൽ പലവരും നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ സങ്കടത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നുണ്ടാവുക. ഞാനും അതിലൊരാളാണ്. പേരെന്ന് പറയാം? എൻ്റെ പേര് ടീന. ഞാൻ ഡെപ്യൂട്ടി മാനേജർ ന്യൂറോ സയൻസിൻ്റെ ഡെപ്യൂട്ടി മാനേജറാണ്. വർക്ക് ചെയ്യുന്നു. ആണ്. അപ്പോൾ ശരിക്കും ഇവിടെ എന്തെന്ന് നടന്നത്? ഇവിടെ ഇന്ന് DBS സർജറി കഴിഞ്ഞ പേഷ്യൻസിൻ്റെ ഒരു ഗെറ്റ് ടുഗദറാണ് നടന്നത്. മൂവ്മെൻറ്റ് ഡിസോർഡറായിട്ട് ഇവർ ഒരുപാട് നാളുകളായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. അതായത് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ആ ഒരു രോഗം വന്നവർ ആ രോഗമൊക്കെ മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന, അതായത് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറവാദം എന്നൊക്കെ പറയും. പല രൂപത്തിലാണ് ആ പേര് പറയാം അല്ലേ? പല ഇതിൽ പറയാം. അതുപോലെ തന്നെ കമ്പവാദം എന്നൊക്കെ അതിന് പറയും. അതെ. ചുരുക്കം പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നടക്കാൻ കഴിയാതെ വിറച്ചുകൊണ്ട് വന്ന് പെന്ന് എടുത്ത് ഒന്ന് എഴുതാൻ പറ്റാതെ ഒന്ന് സൈൻ ചെയ്യാൻ പറ്റാതെ ഒക്കെ വന്നിട്ടുള്ള ആളാണ്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള ആളുകളുണ്ടാവും. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും അതുപോലെ അവർ ബെഡിൽ കഴിയേണ്ട അവസ്ഥ അല്ലെങ്കിൽ ചെയറിൽ കഴിയേണ്ട അവസ്ഥ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളും അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അതായത് നിങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ആ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇങ്ങനെ തുള്ളിച്ചാടി നടന്ന് പാട്ട് പാടുന്നു. അതുപോലെ ഇവിടെ പാട്ടൊക്കെ പാടിയിരുന്നു അല്ലേ? ആണ്. ആദ്യം നമുക്ക് സൈൻ ചെയ്യാനൊക്കെ പറ്റണ്ടായിരുന്നോ? അങ്ങോട്ട് വരുമ്പോൾ ഒന്നുകൂടെ കയറി നിൽക്കാം. പേരെന്ന് പറഞ്ഞേ? ഇവിടെ എങ്ങനെ വന്നാണ്? എത്ര വയസ്സ് ചോദിക്കുന്നില്ല, ഏറ്റവും ചെറുപ്പം ഒരാളെന്നുള്ള രൂപത്തിൽ ചോദിച്ചാണ്. ഓക്കെ, എനിക്ക് 27ാമത്തെ വയസ്സിലാണ് ഈ ഒരു അസുഖം വന്നത്. അപ്പോൾ അസുഖം വന്നത് ചെറുങ്ങനെ കാലിന് ചെറിയൊരു വിറയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർമാർക്കൊന്നും മനസ്സിലായില്ല, എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് ഇതാണ് ഒരു ഭാഗം മുഴുവനായിട്ട് വന്നതിന് ശേഷമാണ് ഇതാണ് രോഗം എന്നുള്ളത് നമ്മുടെ സലാം സോറ് പറയുകയും അതിനെ തുടർന്ന് ഇങ്ങനെ കാണാത്ത ഡോക്ടർമാരില്ല എന്ന് പറയുന്നത്. അത്രയും ആയുർവേദത്തിലോ മറ്റ് ഇതിലൊന്നും ചികിത്സ ഇല്ലെങ്കിലും അവരും ഇങ്ങനെ പരീക്ഷിക്കും, ഗുളികയോടൊപ്പം തന്നെ കഴിക്കണം എന്ന് പറയും. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഈ ഒരു ചികിത്സ ശരിക്കും നിങ്ങൾ ആദ്യമായിട്ടും കേൾക്കുന്നുണ്ടാവും, ഒരു കൗതുകത്തോട് കൂടിയിട്ട് തന്നെ കേൾക്കുന്നുണ്ടാവുക. കാരണം ഇത് ശരിക്കും ഇവരുടെ ശരീരത്തിലൊക്കെ ഒരു ബാറ്ററി ഉണ്ട്. പക്ഷെ അത് ഇന്നും നാളൊന്നും അതിൻ്റെ ചാർജ് കാര്യങ്ങളൊന്നും തീരില്ല. അതൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. തുടരാം. അത് ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഇപ്പം എന്താ ചെയ്യണേ? ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്തിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. പുറത്തേക്ക് പോയി തുടങ്ങി. ഇന്നലെ ഞാൻ എക്സാം എഴുതാൻ പോയത് ഒറ്റയ്ക്കാണ്, കുറ്റിയടിക്കും. തിരിഞ്ഞു കിടക്കാനോ മറിഞ്ഞു കിടക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ കാലുകളൊക്കെ ഈ ഒരു എന്താ പറയാ, ഞാൻ ആ കവിതയിൽ എഴുതിയ പോലെ കുടക്കമ്പി പോലെ തന്നെ ഉണ്ടായിരുന്നു. മടക്കാനൊന്നും പറ്റില്ല. ഒരാളെ പിടിച്ച് വലിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും പറ്റുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? എന്നെ നാട്ടുകാരും സുഹൃത്തുക്കളെല്ലാം കൂട്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. തീരെ നടക്കാൻ വയ്യ, എഴുതാൻ വയ്യ. ഞാൻ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ലെറ്റർ പേഡ് പോലും വേറെ ആൾ എഴുതി കൊടുക്കേണ്ട ഒരവസ്ഥ. ഞാൻ ഒപ്പിടൽ മാത്രമാണ്, വരച്ചോണ്ട്. ആ സംഗതിയിൽ നിന്നൊക്കെ മാറ്റം 100% മാറ്റം വന്നു. ഞാനിത് അറിഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചന്ദ്രിക പേപ്പറിൽ നോമ്പിന് ഒരു ആശാ മേഡവുമായിട്ടുള്ളൊരു അഭിമുഖം ഉണ്ടായിരുന്നു. ആ പേപ്പർ കട്ടിങ് കൊടുത്തിട്ടാണ് ഞാൻ ആശാ മേഡത്തിൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് മുതൽ ആശാ മേഡം എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം ക്ലിയറാക്കി. അതിനുശേഷം എല്ലാം സക്സസ്ഫുള്ളായി. എത്ര വർഷമായി
ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1.5 വർഷമായി. കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് ഒരു പ്രശ്നമില്ല. മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് ആദ്യം 18 ഗുളിക കഴിച്ചിരുന്നു, ഇപ്പോൾ 1 ഗുളിക മതി. വളരെ സന്തോഷം, ഹാപ്പിയാണ്. പഴയ പൂർണ്ണ രൂപത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ? എന്തായാലും വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ കാണുന്നവർക്കൊക്കെ ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരുന്നു? ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് 34 വയസ്സായാലും തുടങ്ങിയതാണ്. പ്രായമുള്ളവർക്കൊക്കെ ഇത് വരുന്നല്ലേ വിചാരം. ആദ്യം ഈ വിരലിനായിരുന്നു വന്നത്, പിന്നെ ഇങ്ങ് മേലോട്ടൊക്കെ ഇങ്ങനെ കുറേശ്ശെ വിരൽ തുടങ്ങി. പിന്നെയായിരുന്നു നടക്കാൻ പറ്റാണ്ടായി. എന്തോ വീഴ്ചയൊക്കെ വീണു. വീഴ്ചയിലൊക്കെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു കുഴപ്പമില്ല, ഇപ്പം നടക്കാനും പറ്റുന്നില്ല. ഞാനും ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് നടക്കാൻ പറ്റണമെന്നായിരുന്നു. ഇപ്പം ഫുൾ ടൈം നടക്കാൻ പറ്റുന്നുണ്ട്. മക്കൾക്ക് കുക്കിംഗ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലായി ഇപ്പോൾ. ഇവനാണ് നമ്മുടെ ഏറ്റവും യങ് DB പേഷ്യന്റ്. പക്ഷെ ഇവനെ പറ്റി എനിക്ക് പറയുമ്പോൾ ഇവന് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അവൻ തന്നെ പറഞ്ഞു. എന്റെ പേര് റഷീദ്, ഞാൻ കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത്? ഓക്കെ. ഞാൻ എന്താ DVT1 ജീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ. ഞാൻ ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ എടുക്കണം എന്ന് തന്നെ എനിക്ക് ചിന്ത വരാൻ ഇദ്ദേഹം വന്ന ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് രൂപത്തിലാണ് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ഞാൻ വീഡിയോ ഒന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ അതിനേക്കാൾ സ്പീഡിൽ ഓടി കാണിക്കും. ഓക്കെ, പറയും. എനിക്ക് സിംറ്റംസ് ഒക്കെ വരുന്നത് 7th സ്റ്റാൻഡേർഡിൽ വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു 11 വയസ്സ് 12 വയസ്സുള്ള കാണുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെളി നടന്നതിനേക്കാളും കൂടുതൽ ഉള്ളിലായിരുന്നത്. മീൻസ് പഠിക്കാൻ പോകും, എക്സാം എഴുതാനൊക്കെ പോകും, പക്ഷെ ഇത് തന്നെ വീട്ടിൽ തന്നെ. ഇപ്പം എന്താ ചെയ്യണം? അപ്പം ഞാൻ PG ഒക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. വളരെ ഉഷാറായിരിക്കുന്നു. ഇവിടെ എത്ര മാസം മുന്നേ വന്നത്? ഇവിടെ ഞാൻ ഒരു കൊല്ലം മറ്റേ മോളെ. ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു? അതെങ്കിലും കാണിച്ചോളൂല്ലേ. പേരെന്ന് പറയാം? റിയാസ്. എവിടെ വീട്? പുതിയങ്ങാടി, കോഴിക്കോട് ആണല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ 10 വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷമായി. നല്ല പറയലുണ്ടായിരുന്നു. വൈഫൊക്കെ ഉണ്ടാ? പേരെന്ന് പറയാ? ഷെഫീന തന്നെ. അതല്ലേ. ഓക്കെ. എത്ര ഇങ്ങോട്ട് വരുമ്പോൾ നടക്കാനും നിൽക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതെല്ലേ. ഒരു വൈഫിന്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു. ആദ്യത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ എന്തിരുന്ന അവസ്ഥ? ആദ്യത്തെ അവസ്ഥ നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ഇവിടെ വരുന്നത്, അതായത് ഈ ഒരു സർജറിക്ക് ഒരു 1 വീക്ക് മുന്നേ തന്നെ ഒരു ബെഡ് റിഡൺ അവസ്ഥയായിരുന്നു. എത്ര മാസമായി കഴിഞ്ഞിട്ട്? 1 ഇയർ കറക്റ്റ്. എങ്ങനെയുണ്ട് ഇപ്പോൾ? സന്തോഷമാണ്. നിങ്ങളുടെ സന്തോഷമൊക്കെ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അതൊക്കെ എന്താ പറയാ, വളരെ സന്തോഷം കൂടിയിട്ടാണ് നമുക്ക് കേട്ടത്. ഇപ്പോൾ നാട്ടിൽ കുറേ ഉണ്ട്. അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അവരെ അറിയിച്ചിട്ടുണ്ട്, ഞാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരാളിപ്പോൾ ഇവിടെ വന്ന് ചികിത്സ തേടിയിട്ടുണ്ട്. അതെ അല്ലേ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഒരുപാട് പേരുടെ സന്തോഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിലൊക്കെ ഈ ഡോക്ടർ അതുപോലെ തന്നെ ഈ ഒരു ടീം തന്നെയായിരുന്നു പരിചയപ്പെടേണ്ടി വന്നത്. നമസ്കാരം സാറേ. പേരെന്ന് പറയാം. എന്താണ് ശരിക്കും ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം? പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്ത് ഈ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന കോശങ്ങൾ ഗ്രാജുവലി ക്രമേണ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ ഉണ്ടാവില്ല. അപ്പം ഡോപ്പമിനാണ് നമ്മുടെ ശരീരത്തിലെ മൂവ്മെന്റുകൾ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രോഗ്രാമിങ്ങിൽ കൃത്യമായിട്ടൊരു റോളുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൂവ്മെന്റുകളിൽ വ്യതിയാനങ്ങൾ വരും. ആൾക്കാർക്ക് വിറയ വരാം, ആൾക്കാർക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാം, സ്ലോ ആവാം ആളുകൾ. അപ്പോൾ ഇതെല്ലാമാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒത്തിരി പേര് ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ പേരുണ്ട്. അവിടെ വന്നവരിൽ പലവരും പറഞ്ഞത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ് ഇത്ര നമ്മൾ ലേറ്റ് ആയത്, കുറച്ച് മുന്നേ ഒക്കെ അറിയായിരുന്നെങ്കിൽ മുന്നേ വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ശരിക്കും വേറെ മറ്റെവിടെ ഇല്ല, അല്ലെങ്കിൽ ഇത് എന്താണ് ഇത്രയും കാലം ആളുകൾ അറിയാതെ പോയത്? ഇത് പുതിയ ചികിത്സയാണ്, ആൾക്കാർക്ക് അറിവില്ല, കോസ്റ്റിന്റെ പ്രശ്നമുണ്ട്, പിന്നെ ഇതെല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്ന സെന്ററുകളും വളരെ അറിയാത്തത്. കേരളത്തിൽ ഇപ്പം ഗവൺമെന്റ് മേഖലയിൽ ചെയ്യുന്നത് ശ്രീധരിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ ട്രീറ്റ്മെന്റ് എങ്ങനെയെന്നുള്ളത് ഡോക്ടർ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ശരിക്കും നമുക്ക് ഒരു ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം? ഞാൻ അത് എന്താ ചെയ്യാന്ന് പറയാം. ഓക്കെ. അതായത് ബേസിക്കലി തലച്ചോറിനകത്തുള്ള ചില പ്രത്യേക ഏരിയകളുണ്ട്. സബ്തലാമിക് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഗ്ലോബസ് പാരഡസ് ഇന്റേണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഇതിന് ടാർഗറ്റ് എന്നാണ് പറയാം. ഈ ടാർഗറ്റുകളിൽ നമ്മൾ ഇലക്ട്രോഡുകൾ സ്ഥാപിക്കും. ടാർഗറ്റുകൾ തലച്ചോറിന്റെ സർഫസിൽ നിന്ന് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഒരു 7-8 സെന്റിമീറ്ററോളം ഡീപ്പായിരിക്കും. ഈ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരു വയർ കിടത്തി അതിന്റെ അറ്റത്തുള്ള ഇലക്ട്രോഡ് വഴി ആ ഭാഗത്ത് ഇലക്ട്രിക്കൽ സിമുലേഷൻ കൊടുക്കുക എന്നുള്ളതാണ് DBS ചികിത്സ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ഓപ്പറേഷനകത്ത് 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേത് തലച്ചോറിനകത്ത് ഇലക്ട്രോഡ് സ്ഥാപിക്കുക എന്നുള്ള പ്രോസസ്സാണ്. അത് പിന്നെ ആ ഇലക്ട്രോഡുകളിലേക്ക് കറണ്ട് എത്തിക്കാനുള്ള ബാറ്ററി സ്ഥാപിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഫേസ്. ഇങ്ങനെ 2 ഭാഗങ്ങളാണ് ഓപ്പറേഷനുള്ളത്.
ഓ, അപ്പോൾ ആ ബാറ്ററി എവിടെയാണ് ശരിക്കും? ബാറ്ററി സാധാരണ നമ്മൾ ഈ കാർഡിയക് പേസ് മേക്കറൊക്കെ വെക്കുന്ന മാതിരി ഈ കോളർ ബോണിന്റെ താഴെയായിട്ടാണ് വെക്കുക. അപ്പോൾ ഡോക്ടർ അതിൽ ഒരു ചാർജൊക്കെ കഴിയാൻ സാധ്യതയില്ലേ? ഒരു ബാറ്ററി ആണല്ലോ. ബാറ്ററി നമുക്ക് 2 തരത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് റീചാർജബിൾ ബാറ്ററിയാണ്. അതായത് ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാം, പുറമേ നിന്ന് തന്നെ റീചാർജ് ചെയ്യാം. അത് ഒരു വയർലെസ് ചാർജിങ് സംവിധാനമാണ്. അത് പ്രകാരം നമുക്ക് അത് ചാർജ് ചെയ്യാൻ പറ്റും. കുത്തിയിടുക അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ ബാറ്ററികൾ സാധാരണ ഒരു 15 വർഷം അതിന്റെ മുകളിലേക്ക് അതിന് ലൈഫ് ഉണ്ട്. അതിനുശേഷം അത് മാറ്റേണ്ട ആവശ്യം വരുള്ളൂ. പിന്നെയാണെന്നുള്ളത് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററികളാണ്. അത് ഒരു 4-5 വർഷം 5 വർഷമൊക്കെയാണ് അതിന് കാലാവധി പറയാം. അത് നമ്മൾ എന്തുമാത്രം കറണ്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിന്റെ കാലാവധി കൂടുകയും കുറയൊക്കെ ചെയ്യും. ചില ആൾക്കാർക്ക് 5 വർഷത്തിൽ കൂടുതൽ കിട്ടും, ചില ആൾക്കാർക്ക് 4 വർഷത്തിന്റെ ചുവടേ കിട്ടുള്ളൂ. അത് നമ്മൾ ആ സെറ്റിംഗ് അനുസരിച്ചിരിക്കും, എന്തുമാത്രം കറണ്ട് കൊടുക്കുന്നതനുസരിച്ചിരിക്കും. ഇത് നമ്മൾ സർജറിക്ക് മുമ്പേ ചെയ്യുന്ന ഒരു പ്ലാനിങ് സ്റ്റേഷനാണ്. ഈ പ്ലാനിങ് സ്റ്റേഷനിൽ പേഷ്യന്റിന്റെ സ്കാൻ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഈ സ്കാനിന്റെ ഏത് ഭാഗത്തേക്ക് നമ്മൾ ഇലക്ട്രോഡ് കൊണ്ട് വെക്കണം എന്നുള്ളത് ഈ സ്കാനിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് ആ പൊസിഷനിലേക്ക് ഇലക്ട്രോഡ് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിന്റെ പ്ലാനിങ് ആണ് ഇതിൽ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഇലക്ട്രോഡിന്റെ അറ്റയിരിക്കുന്ന സ്ഥലം. അപ്പൊ ഇതിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ബാറ്ററി നമ്മുടെ ഹൃദയത്തിൽ ശരീരത്തിൽ? ഓ, അതിലേക്ക് ചാർജ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ചാർജ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അവിടെ ഒരു ഡോപ്പമിന്റെ അഭാവത്തിൽ ഈ തലച്ചോറിന്റെ ഒരു ഇലക്ട്രിക്കൽ ഒരു ബാലൻസ് താളം തെറ്റി കിടക്കുകയായിരിക്കും. അപ്പൊ ആ ഒരു താളം തെറ്റിയ അവസ്ഥയിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അതാണ് ഇത് ചെയ്യുക. പക്ഷെ ഇത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ കൊണ്ട് ഈ ഡോപ്പമിൻ കോശങ്ങളെ ഉത്തേജിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഡോപ്പമിന്റെ അഭാവത്തിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇംബാലൻസിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക, അതാണ്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഈ ഡോപ്പമിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ പറ്റും. ഈ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലച്ചോറിന്റെ ഏത് ഭാഗത്ത് നമ്മളിത് മുറിവുണ്ടാക്കണം എന്നുള്ളത് പ്ലാനാണ് ഈ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പേഷ്യന്റെ സ്കാനിന്റെ ഒരു 3D ഇമേജ് ആണിത്. ഈ ഭാഗത്തുകൂടി നമ്മൾ ഹോളിട്ട് അതിലൂടെ വയറ് കിടത്തി ഒരു 2 ഭാഗത്തായിട്ട് 2 ഭാഗത്ത് ചെയ്ത് ഒരു ഏകദേശം സർഫസിൽ നിന്ന് ഏകദേശം 84.4 മില്ലിമീറ്റർ ഡീപ്പായിട്ടാണ് നമ്മുടെ ടാർഗറ്റ് ഇരിക്കുന്നത്. അപ്പൊ അത്രയും ദൂരം നമുക്ക് തലച്ചോറിനകത്തോടെ ഈ വയറ് കൊണ്ടുപോകണം. അതാണ് ഇതിനകത്തുള്ള ചലഞ്ച്. അതായത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ചികിത്സയാണ്. പക്ഷെ അതിനകത്തുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സംഗതി പേഷ്യന്റ് സെലക്ഷനാണ്. എല്ലാ പാർക്കിൻസൺസ് രോഗികൾക്കും ഇത് ഫലപ്രദമാവണമെന്നില്ല. പേഷ്യന്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സംഗതിയാണ്. നമ്മളിത് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള പേഷ്യൻസിനെ നമ്മൾ കണ്ടുപിടിക്കണം. അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററിയും പിന്നെ അവരുടെ എക്സാമിനേഷന് കുറെ ക്വസ്റ്റനെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് പേഷ്യന്റിന്റെ പ്രീ ഓപ്പറേറ്റീവ് ഇവാലുവേഷൻ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അസുഖത്തിനൊരു ഒരു നാച്ചുറൽ ഹിസ്റ്ററി ഉണ്ട്. അസുഖം തുടങ്ങുന്ന ഒരു സമയം, അസുഖത്തിന് DBS വർക്ക് ചെയ്യുന്ന സമയം, അസുഖത്തിന് DBS മരുന്ന് വർക്ക് ചെയ്യാത്തൊരു ഫേസ്. ഇതിനകത്ത് ആ 2ാമത്തെ ഘട്ടം, അതായത് DBS വർക്ക് ചെയ്യുന്ന ഒരു ഫേസിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് DBS ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം മുഴുവൻ പേഷ്യന്റിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു DPS എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം പലർക്കും അറിയാം, ഈ വീഡിയോയിലൂടെ പലവരും അറിയുന്നുണ്ടാവുക ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ഒരു രോഗമായിട്ട് ആലിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാം. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇവിടുത്തെ ഹോസ്പിറ്റലിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി